പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പ്രതിഷേധം അറിയിക്കാൻ വിളിച്ചുവരുത്തിയത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, അവിടെ 3 മന്ത്രിമാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. തുടർന്ന് നിലപാട് കടുപ്പിക്കാനുള്ള സാഹചര്യം എന്താണ്? വേണു, 3 മന്ത്രിമാർക്കെതിരെ മാലദ്വീപ് സർക്കാർ നടപടിയെടുക്കുകയും ഇവരെ 3 പേരെയും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ വിവാദ പരാമർശം നടത്തിയ മറിയം ഷിവൂന, മൽഷൻ, ഹസൻ സിഹാൻ എന്നീ 3 മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം മാലദ്വീപ്സിനെ അറിയിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് മാലദ്വീപ്സിന്റെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയത്. അല്പസമയം മുമ്പാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇബ്രാഹിം ഷഹീബ് എത്തുകയും ഈ ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. രാജ്യത്തെ മാലദ്വീപ്സിലെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ മന്ത്രിമാരുടെ ഈ പരാമർശത്തെ തള്ളി പറയുകയും ശക്തമായ ഭാഷയിൽ തന്നെ ഈ പരാമർശത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയോടൊപ്പമാണ് തങ്ങൾ എന്ന് മാലദ്വീപ്സിലെ പ്രതിപക്ഷം പോലും നിലപാടെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായ ശേഷവും മാലദ്വീപിലെ മന്ത്രിമാർക്ക് എതിരായി, അല്ലെങ്കിൽ മുൻ മന്ത്രിമാർക്ക് എതിരായ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. ബോയ്ക്കോട്ട് മാലദ്വീപ്സ് എന്ന ക്യാമ്പയിൻ എക്സിലൂടെ അതിശക്തമായി തന്നെ തുടരുകയും നിരവധി പേർ ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഒപ്പം തന്നെ ഹോട്ടൽ ബുക്കിങ്ങുകളും റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ. ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. മാലദ്വീപ്സിന്റെ സാമ്പത്തിക മേഖലയെ പോലും തകർക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഇതിന്റെ ഭാഗമായുള്ള പ്രചരണത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു. എങ്കിൽ പോലും ഔദ്യോഗികമായി ഈ വിഷയത്തിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മാലദ്വീപ്സിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാലദ്വീപ്സിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മാലദ്വീപ് സർക്കാരിനെ ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധവും അതൃപ്തിയും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ നടപടി സംബന്ധിച്ച് ഔദ്യോഗികമായി മാലദ്വീപ്സ് പ്രസ്താവന ഇറക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മാലദ്വീപ്സിലെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ പശ്ചാത്തലത്തിൽ തങ്ങളുടെ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു എന്ന് ഔദ്യോഗികമായി മാലദ്വീപ്സ് ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമായ പ്രതിഷേധം തന്നെ മാലദ്വീപ്സിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി അറിയിച്ച ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. അത് പരസ്യമായി തന്നെ ഇക്കാര്യം അംഗീകരിച്ച് പ്രസ്താവന നടത്തും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. വേണു, ബൽറാം, ഈ ഹൈക്കമ്മീഷണറെയൊക്കെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ മാലദ്വീപിന് ഒരു മാറ്റവുമില്ല. മാലദ്വീപിന്റെ പ്രസിഡന്റ് ഇന്നിപ്പോൾ ചൈന സന്ദർശിക്കുകയാണ്. അപ്പോൾ മോശം പരാമർശത്തിന്റെ പേരിൽ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് ഈ മാലദ്വീപ് പ്രസിഡന്റിന്റെ ഇന്നത്തെ ചൈന സന്ദർശനം വ്യക്തമാക്കുന്നതല്ലേ? അത് എന്തൊക്കെ പ്രതിഷേധം ഇന്ത്യ അറിയിക്കുന്നുവെങ്കിലും വലിയ തിരിച്ചടി തന്നെയല്ലേ? വേണു, ഇക്കാര്യത്തിൽ ഇന്ന് മാലദ്വീപ് പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയാണ്. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചതിന്റെ ഭാഗമായാണ് ഈ ഔദ്യോഗികമായ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്, ചൈനയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള പശ്ചാത്തലം. എങ്കിൽ പോലും ഈ നിലവിലെ മാലദ്വീപ് സർക്കാരിന്റെ നിലപാട്, ഇന്ത്യ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ പ്രചരണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ മന്ത്രിമാരുടെ ഈ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിലപാടുകളിൽ കാര്യമായ മാറ്റം, ഈ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും മാലദ്വീപ്സിന്റെ സാമ്പത്തിക രംഗത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ എന്നുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രമേ മാലദ്വീപ്സിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് ഇന്ത്യക്കാരായ പ്രതിഷേധക്കാരിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സ്വന്തം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് മാലദ്വീപ്സിന് മണിക്കൂറിനകൾക്കകം കടക്കേണ്ട സാഹചര്യം ഉണ്ടായത്.
എന്നാൽ അത് രാഷ്ട്രീയ നിലപാടുകളിൽ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. സാമ്പത്തിക സഹായം അടക്കമുള്ള മറ്റ് പിന്തുണ ചൈനയിൽ നിന്നും നിലവിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് മാലദ്വീപ്സിലെ. ഒപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം തന്നെ ചൈനീസ് വിനോദസഞ്ചാരികളും മാലദ്വീപ് സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാലദ്വീപ് സർക്കാർ ഒരു പ്രതിസന്ധിയിലാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഏറെ സങ്കീർണമായ ഒരു വിഷയമാണ്. നിലവിലിപ്പോൾ ഉള്ളത് മാലദ്വീപ്സിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലുണ്ടായ വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും. അതിനെ താൽക്കാലികമായെങ്കിലും മറികടക്കുന്നതിനുള്ള പ്രശ്നപരിഹാര മാർഗങ്ങളിലേക്കാണ് മാലദ്വീപ്സ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.